ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. ഹോണ്ട ആക്റ്റീവ ഉണ്ട്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ അതുപോലെ പ്ലഗ് ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് അയച്ചുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ഒന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബോക്സ് ഡ്രൈവ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല. അത് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ ബെൽറ്റ് ചെക്ക് ചെയ്തപ്പോഴും ബെൽറ്റിന് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റൊന്നുമല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബെൻഡെക്സ് യൂണിറ്റാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ക്ലച്ചിനുള്ളിൽ. അതൊക്കെ ഫുള്ളായിട്ടൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ട് ഓരോ 10,000 കിലോമീറ്ററിലാണ് മാറ്റേണ്ടത്. ഏകദേശം നമുക്കൊരു 13,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. നമുക്ക് ഈ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് രണ്ടും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നില്ല. ഈ കവറിൻ്റെ ഒരു ഗ്യാസ്കറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. ഒരു റബ്ബർ ഗ്യാസ്കറ്റാണ് വരിക, അതിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ പുഷുകൂടെ നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. ലിങ്ക് പുഷ് നമുക്ക് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൽ ഈ 2 കേബിളും കംപ്ലയിൻ്റാണ്. ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് ബ്രേക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഈ 2 ബ്രേക്കിൻ്റെ കേബിളൊന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. അതുപോലെ നമ്മളതിൻ്റെ ബ്രേക്ക് ഷൂ ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ഷൂ ഉണ്ട്, ബ്രേക്ക് ഷൂ ആണ്. പിന്നെ ടയറും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാറുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നു കേട്ടോ. നമ്മളതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ സെൽഫ് കംപ്ലൈൻറ്റോ ഒന്നുമില്ല. എന്നാലും ബാറ്ററിക്കും എല്ലാം കംപ്ലൈൻറ്റ് ഉണ്ടെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.99 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക്. ഇത് നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലും കൂടി അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയക്കാറ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് വീല് ആ ബ്രേക്ക് ഷൂ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. എഞ്ചിൻ ഓയിൽ, അതുപോലെ എയർ ഫിൽറ്റർ, പ്ലഗ്, ഫ്രണ്ടിൽ 2 ബ്രേക്കിൻ്റെ കേബിള്, ലിങ്ക് ബൂട്ടിൻ്റെ കോളർ, അതൊക്കെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.